ഏതൊരു പരമാധികാര രാഷ്ട്രത്തിന്റെയും തലസ്ഥാന നഗരി ആക്രമിക്കപ്പെടുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നത് ദ്രുതഗതിയിലുള്ള പ്രതികരണങ്ങളും ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന പ്രസ്താവനകളുമാണ്. ശത്രുവിന്റെ വ്യോമാക്രമണം സ്വന്തം ജനതയുടെ നെഞ്ചിലേക്ക് പതിക്കുമ്പോൾ പതറാതെ രാജ്യത്തെ നയിക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഏതൊരു ശക്തനായ നേതാവിൻ്റെയും പ്രാഥമികമായ കടമയാണ്. എന്നാൽ റഷ്യൻ തലസ്ഥാന നഗരിയായ മോസ്കോയുടെ ഹൃദയഭാഗത്തുള്ള തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ ലോകത്തെ ഏറ്റവും ശക്തനായ ഏകാധിപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചത് അസ്വാഭാവികവും നിഗൂഢവുമായ ഒരു മൗനമായിരുന്നു. റഷ്യൻ തലസ്ഥാന നഗരിയിൽ യുക്രൈൻ നടത്തിയ ഈ ശക്തമായ വ്യോമാക്രമണം ക്രെംലിൻ കെട്ടിപ്പടുത്ത സുരക്ഷാ കോട്ടകളുടെ പൊള്ളത്തരം പൂർണ്ണമായും തുറന്നു കാട്ടുന്നതായിരുന്നു. എന്നാൽ ഈ വലിയ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സ്വന്തം ജനങ്ങളോട് വിശദീകരിക്കാനോ രാജ്യത്തിന് ഉറപ്പ് നൽകാനോ പുടിൻ തയ്യാറായില്ല എന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരെയും സൈനിക വിദഗ്ധരെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഒരു ഭരണാധികാരിയുടെ പ്രസംഗത്തെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള മൗനം വിനിമയം ചെയ്തേക്കാം എന്ന രാഷ്ട്രീയ തത്വമാണ് ഇവിടെ അന്വർത്ഥമാകുന്നത്. വർഷങ്ങളായി കെട്ടിപ്പടുത്ത അജയ്യതയുടെ പ്രതിച്ഛായ തകർന്നടിയുമ്പോൾ ഉണ്ടാകുന്ന നിസ്സഹായാവസ്ഥയാണ് പുടിൻ്റെ ഈ നിശബ്ദതയ്ക്ക് പിന്നിലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോസ്കോ നഗരത്തിന്റെ തെക്ക് കിഴക്കൻ അതിർത്തിയിലുള്ള കപ്പൂത്തിനിയ ജില്ലയിലെ ഗാസ്പ്രോം നെഫ്റ്റ് എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് യുക്രൈൻ നൂറുകണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച് ആഞ്ഞടിച്ചത്. മോസ്കോ മേഖലയ്ക്ക് ആവശ്യമായ ഇന്ധനത്തിന്റെ മൂന്നിലൊന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഈ നിർണായക കേന്ദ്രത്തിന് നേരെ ഒന്നിനു പുറകെ ഒന്നായി 2 തവണയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ആക്രമണമുണ്ടായത്. ആകാശത്ത് മൈലുകളോളം ഉയർന്ന കറുത്ത പുകപടലങ്ങളും മോസ്കോ നഗരത്തിലെ ജനവാസ മേഖലകളിൽ പെയ്തിറങ്ങിയ കറുത്ത ഇന്ധന മഴയും റഷ്യൻ ജനതയിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. തലസ്ഥാനത്തെ 4 പ്രമുഖ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതും 14ലധികം ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ തടസ്സപ്പെട്ടതും മോസ്കോ നേരിട്ട ഏറ്റവും വലിയ നാണക്കേടായി മാറി. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അജയ്യമാണെന്ന് വർഷങ്ങളായി ക്രെംലിൻ നടത്തിവന്ന പ്രചാരണങ്ങളുടെ ആയുസ് മിനിറ്റുകൾക്കുള്ളിൽ യുക്രൈൻ ഡ്രോണുകൾ ഇല്ലാതെയാക്കി. ഈ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലും പുടിൻ കസാനിൽ നടന്ന ആസിയാൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയോ അന്താരാഷ്ട്ര വ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തുകൊണ്ട് ആഭ്യന്തരമായി നടക്കുന്ന യുദ്ധക്കെടുതികളെ പൂർണ്ണമായി അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ തരം താഴ്ത്തൽ തന്ത്രം ജനങ്ങളിലെ പരിഭ്രാന്തി കുറയ്ക്കാനാണോ അതോ തന്റെ പരാജയം മറച്ചുവെക്കാനാണോ എന്ന ചോദ്യം റഷ്യൻ ജനതയ്ക്കുള്ളിൽ തന്നെ ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. റഷ്യൻ സൈന്യം തങ്ങളുടെ ഏറ്റവും അത്യാധുനികമായ ടോർ, ബുക്ക്, S-300, S-400 തുടങ്ങിയ മിസൈൽ വിരുദ്ധ സംവിധാനങ്ങൾ മോസ്കോയിലെ ജനവാസ മേഖലകളിലും നഗരമധ്യത്തിലും വരെ വിന്യസിച്ചിട്ടും ഈ ദുരന്തം തടയാൻ കഴിഞ്ഞില്ല എന്നത് റഷ്യൻ സൈനിക നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. യുക്രൈൻ സായുധ സേനയുടെ റിസർവിസ്റ്റ് കൗൺസിൽ ചെയർമാനായ ഇവാൻ തിമോച്കോയുടെ നിരീക്ഷണ പ്രകാരം മോസ്കോയെ സംരക്ഷിക്കാൻ റഷ്യ തങ്ങളുടെ പക്കലുള്ള എല്ലാ തന്ത്രപ്രധാന ആയുധങ്ങളും തലസ്ഥാന നഗരിയിലേക്ക് മാറ്റിയിരുന്നു. വീടുകൾക്കും പൊതുകെട്ടിടങ്ങൾക്കും സമീപം പോലും വിന്യസിക്കപ്പെട്ട ഈ വൻകിട സംവിധാനങ്ങളുടെ ആകെ ഫലപ്രാപ്തി സ്വന്തം എണ്ണ സംഭരണശാലകൾക്ക് മുകളിലേക്ക് മിസൈലുകൾ പതിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു എന്നതാണ്. ഇതിലും ഭയാനകമായ വസ്തുത, യുക്രൈൻ ഡ്രോണുകളെ തടയാൻ റഷ്യൻ വ്യോമ പ്രതിരോധ സേന തൊടുത്തുവിട്ട മിസൈലുകൾ ലക്ഷ്യം തെറ്റി സ്വന്തം എണ്ണ ടാങ്കറുകൾക്ക് മുകളിൽ പതിച്ചതായി ചില സ്വതന്ത്ര മാധ്യമങ്ങളും മിലിറ്ററി ബ്ലോഗർമാരും റിപ്പോർട്ട് ചെയ്തു എന്നതാണ്. സ്വന്തം സുരക്ഷാ സംവിധാനങ്ങളുടെ ഈ തരത്തിലുള്ള പൊരുത്തക്കേടുകളും പരാജയങ്ങളും ജനങ്ങളോട് തുറന്നു പറയാൻ കഴിയാത്തതുകൊണ്ടാണ് പുടിൻ മൗനം പാലിക്കുന്നത്. വർഷങ്ങളായി ക്രെംലിൻ റഷ്യൻ ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മിഥ്യാധാരണയുണ്ട്. യുക്രൈനിൽ നടക്കുന്നത് കേവലം ഒരു പ്രത്യേക സൈനിക നടപടി മാത്രമാണെന്നും സാധാരണക്കാരായ റഷ്യൻ പൗരന്മാരുടെ ജീവിതത്തെ അതൊരിക്കലും ബാധിക്കില്ല എന്നതുമായിരുന്നു ആ വാഗ്ദാനം. എന്നാൽ മോസ്കോയുടെ ആകാശത്തുയർന്ന കറുത്ത പുക ആ മിഥ്യാധാരണയെ പൂർണ്ണമായും ഭേദിച്ചിരിക്കുന്നു. തന്റെ പരാജയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ പുടിൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ക്രെംലിന്റെ മുൻ രാഷ്ട്രീയ ഉപദേശകനായിരുന്ന അബ്ബാസ് ഗലിയാമോവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൗനത്തിലൂടെ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നും എല്ലാം നിയന്ത്രണ വിധേയമാണെന്നും കാണിക്കാൻ പുടിൻ ശ്രമിക്കുമ്പോൾ സാധാരണക്കാരായ റഷ്യക്കാർക്ക് അത് ഭരണാധികാരിയുടെ നിസ്സംഗതയും തങ്ങളോടുള്ള അവഗണനയുമായാണ് അനുഭവപ്പെടുന്നത്. വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങാത്ത നഗരത്തിൽ ആളുകൾ സ്വന്തം സുരക്ഷയെക്കുറിച്ച് ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അതിൻ്റെ 4ാം വർഷം പിന്നിടുമ്പോൾ യുദ്ധത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. തുടക്കത്തിൽ യുക്രൈൻ തലസ്ഥാനമായ കീവ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പിടിച്ചടക്കി റഷ്യൻ സാമ്രാജ്യം വികസിപ്പിക്കുക എന്നതായിരുന്നു പുടിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇന്നത് പുടിൻ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു.
യുദ്ധം ഇനി ഒരിക്കലും ഒരു വിജയത്തിൽ കലാശിക്കില്ല എന്ന ആഭ്യന്തര യാഥാർത്ഥ്യം ക്രെംലിനിലെ ഉന്നത ഉദ്യോഗസ്ഥരും റഷ്യൻ രാഷ്ട്രീയ പ്രഭുക്കന്മാരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇവാൻ തിമോച്കോ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധം സ്വന്തം അതിർത്തികൾക്കുള്ളിലേക്ക്, പ്രത്യേകിച്ച് ഭരണകൂടത്തിന്റെ കേന്ദ്ര ബിന്ദുവായ മോസ്കോയിലേക്ക് പടരുമ്പോൾ പുടിന്റെ നേതൃത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ റഷ്യൻ അധികാര ഇടനാഴികളിൽ ശക്തമാവുകയാണ്. ഇത് കേവലം ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് ക്രെംലിൻ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്ന പ്രതിസന്ധിയാണ്. ഈ നിരന്തരമായ തിരിച്ചടികൾ റഷ്യയിലെ പ്രാദേശിക ഭരണാധികാരികൾക്കും എലൈറ്റ് ഗ്രൂപ്പുകൾക്കുമിടയിൽ കടുത്ത ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. സൈനിക പരാജയങ്ങളുടെ ഉത്തരവാദിത്തം പരസ്പരം ചുമത്താൻ വിവിധ ഗ്രൂപ്പുകൾ ശ്രമിക്കുമ്പോൾ തന്നെ പുടിന് ശേഷമുള്ള ഒരു റഷ്യൻ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചുള്ള രഹസ്യ ചർച്ചകളും ആഭ്യന്തരമായി നടക്കുന്നുണ്ട്. വ്ളാഡിമിർ പുടിന്റെ അഭാവം ഉൾക്കൊള്ളാൻ റഷ്യൻ പൊതുസമൂഹം എത്രത്തോളം സജ്ജമാണെന്ന് പരിശോധിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ പോലും ഭരണകൂടത്തിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ടെന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ പുടിന്റെ മൗനം കേവലം ഒരു തന്ത്രമല്ല, മറിച്ച് തന്റെ സ്വന്തം സിംഹാസനം സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തുന്ന ആഭ്യന്തര രാഷ്ട്രീയ ചൂതാട്ടത്തിന്റെ ഭാഗം കൂടിയാണ്. യുദ്ധമുന്നണിയിലെ പരാജയം സ്വന്തം ആഭ്യന്തര ഭരണത്തെ ബാധിക്കാതിരിക്കാൻ അദ്ദേഹം നടത്തുന്ന ഈ നിശബ്ദ നീക്കങ്ങൾ എത്രത്തോളം വിജയിക്കും എന്നത് കണ്ടറിയേണ്ടതാണ്. മോസ്കോയിലെ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾ കേവലം പ്രതീകാത്മകമായ സൈനിക നീക്കങ്ങൾ മാത്രമല്ല, മറിച്ച് റഷ്യയുടെ സാമ്പത്തിക നട്ടെല്ലൊടിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണ്. റഷ്യയുടെ യുദ്ധച്ചെലവുകൾക്കുള്ള പ്രധാന വരുമാന സ്രോതസ് അവരുടെ എണ്ണ കയറ്റുമതിയും ഇന്ധന വിപണിയുമാണ്. യുക്രൈൻ വിക്ഷേപിക്കുന്ന ദീർഘദൂര ഡ്രോണുകൾ റഷ്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളെയും റിഫൈനറികളെയും വ്യവസ്ഥാപിതമായി തകർക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകം തന്നെ റഷ്യയിലെ ഇന്ധന ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവുണ്ടായതായും ആഭ്യന്തര വിപണിയിലെ ക്ഷാമം പരിഹരിക്കാൻ കടൽമാർഗം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ റഷ്യ ഒരുങ്ങുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിദേശ രാജ്യങ്ങൾക്ക് ഇന്ധനം കയറ്റി അയച്ചിരുന്ന ഒരു വൻ ശക്തി സ്വന്തം ആവശ്യങ്ങൾക്കായി ഇന്ധനം ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ പുടിൻ ഭരണകൂടത്തിന് വലിയൊരു സാമ്പത്തിക തിരിച്ചടിയാണ്. പ്രശസ്ത സൈനിക വിദഗ്ധനായ മിക് റയാന്റെ അഭിപ്രായത്തിൽ മോസ്കോയ്ക്ക് മുകളിൽ ഉയർന്ന കറുത്ത പുക റഷ്യൻ ജനതയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. യുദ്ധം തങ്ങളുടെ അതിർത്തികളിൽ നിന്ന് ഏറെ അകലെയുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒന്നല്ലെന്നും അത് തങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കഴിഞ്ഞു എന്നും സാധാരണക്കാരായ റഷ്യക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ക്രെംലിൻ നിയന്ത്രിക്കുന്ന സർക്കാർ മാധ്യമങ്ങൾ ഈ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ചുരുക്കിക്കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും വിവരങ്ങൾ അറിയുന്ന ജനങ്ങൾക്കിടയിൽ പടരുന്ന അതൃപ്തി ഭരണകൂടത്തിന് എളുപ്പത്തിൽ അടിച്ചമർത്താൻ കഴിയില്ല. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഫ്രാൻസിലെ G7 ഉച്ചകോടിയുടെ വേദിയിൽ വെച്ച് പ്രസ്താവിച്ചതുപോലെ യുക്രൈൻ കത്തിയെരിയുമ്പോൾ മോസ്കോയും കത്തിയെരിയും എന്ന കടുത്ത യാഥാർത്ഥ്യം പുടിനെ ചർച്ചകളുടെ മേശപ്പുറത്തേക്ക് കൊണ്ടുവരാൻ നിർബന്ധിതനാക്കും. സാമ്പത്തിക ഉപരോധങ്ങളെക്കാൾ വേഗത്തിൽ റഷ്യയെ തളർത്താൻ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾക്ക് സാധിക്കുമെന്നാണ് യുക്രൈൻ കണക്കുകൂട്ടുന്നത്. വ്ളാഡിമിർ പുടിന്റെ ദീർഘനാളത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ നേരിടുന്ന സങ്കീർണമായ പരീക്ഷണ ഘട്ടമാണിത്. തന്റെ ജനതയ്ക്ക് നൽകിയ സുരക്ഷിതത്വത്തിന്റെ വാഗ്ദാനങ്ങൾ ഓരോന്നായി തകരുമ്പോൾ മൗനം പാലിക്കുന്നത് താൽക്കാലികമായി രക്ഷപ്പെടാൻ സഹായിക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് അദ്ദേഹത്തിന്റെ അധികാരത്തിന് ഭീഷണിയാകും. ഒരു വശത്ത് നാറ്റോ രാജ്യങ്ങളുമായുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിന്റെ സാധ്യതകളും മറുവശത്ത് ആഭ്യന്തരമായി രൂപപ്പെടുന്ന രാഷ്ട്രീയ അട്ടിമറികളുടെ ഭീഷണികളും പുടിനെ വിരിഞ്ഞു മുറുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധത്തിൽ ഒരു വിജയം നേടുക എന്നതിനേക്കാൾ സ്വന്തം ഭരണം നിലനിർത്തുക എന്നതിലേക്ക് റഷ്യൻ നയതന്ത്രം ചുരുങ്ങിപ്പോയിരിക്കുന്നു. പശ്ചിമേഷ്യൻ മാതൃകയിലുള്ള സുരക്ഷാ പ്രതിസന്ധികൾ റഷ്യയുടെ ഹൃദയഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ക്രെംലിൻ നേരിടുന്ന ഈ ചരിത്രപരമായ വഴിത്തിരിവ് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്നതാണ്. ക്രെംലിനിൽ നിന്നുള്ള ഈ വലിയ നിശബ്ദത റഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള വ്യവസ്ഥിതിയിലും വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണെന്ന് വേണം കരുതാൻ. ഏകാധിപതിയുടെ മൗനം ചിലപ്പോൾ ഒരു സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ ആദ്യ അടയാളമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.